അളിയനും ഇറങ്ങിവന്നത് കണ്ടപ്പോൾ അർച്ചനയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിക്കുമെന്ന് കാർത്തി അവരോട് പറഞ്ഞു. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞാൽ അളിയന്റെ അച്ഛന്റെ ദേഷ്യമെല്ലാം മാറുമെന്ന് കാർത്തി വിചാരിച്ചു. അർച്ചനയ്ക്ക് പറ്റിയ ആൾ അവളുടെ പിന്നാലെ തന്നെ നടക്കുന്ന വിനീതാണെന്നും കാർത്തിക്ക് മനസ്സിലായി. ഈ കാര്യം വിനീതിനോട് കാർത്തി സംസാരിച്ചു. ഇതെല്ലാം അറിഞ്ഞ അർച്ചന, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് കാർത്തിയോട് പറഞ്ഞു. നിന്റെ അച്ഛൻ എന്തായാലും എന്നെക്കൊണ്ട് നിന്നെ കെട്ടിക്കില്ല എന്ന് കാർത്തി പറഞ്ഞെങ്കിലും അർച്ചന അച്ഛനോട് നേരിട്ട് പോയി കാർത്തിയുടെ കാര്യം പറഞ്ഞു. എന്നാൽ അച്ഛൻ കട്ടക്കലിപ്പിലായിരുന്നു. നീ വിനീതിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പുള്ളി തറപ്പിച്ചു പറഞ്ഞു. അതോടെ ദേഷ്യം വന്ന അർച്ചനയും ആ വീട് വിട്ട് ഇറങ്ങി. എല്ലാവരും കൂടെ ഇപ്പോൾ എന്തു ചെയ്യും എന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് അർച്ചനയുടെ അമ്മയും അവിടേക്ക് വരുന്നത്. അച്ഛനെ ഒന്ന് ഉപദേശിക്കാൻ നോക്കിയപ്പോൾ നിനക്കും വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം എന്ന് പുള്ളി പറഞ്ഞത്രേ. അതോടെ അമ്മയ്ക്കും വാശിയായി. പുള്ളിക്കാരിയും അങ്ങോട്ട് ഇറങ്ങിവന്നു. അടുത്ത ദിവസം കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. അളിയന്റെ അച്ഛനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഇത് കണ്ട കാർത്തി തന്റെ ജീവൻ പണയം വെച്ച് അയാളെ രക്ഷിച്ചു. കാർത്തി പുള്ളിയോട് പഴയ കാര്യങ്ങൾക്കെല്ലാം മാപ്പ് ചോദിച്ചു. പക്ഷേ പുള്ളി അപ്പോഴും ഒന്നും മിണ്ടാതെ അവിടെ നിന്നുപോയി. പുള്ളി നേരെ കാർത്തിയുടെ അച്ഛന്റെ അടുത്ത് ചെന്ന് എല്ലാത്തിനും മാപ്പ് ചോദിച്ചു. എന്നു മാത്രമല്ല, അർച്ചനയെ കാർത്തിക്ക് തന്നെ വിവാഹം കഴിച്ചുകൊടുക്കാം എന്നുറപ്പും നൽകി. കാർത്തിയുടെയും അർച്ചനയുടെയും കല്യാണം ഗംഭീരമായി നടന്നു.